ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവർക്ക് ഏറ്റവും നല്ലത് എങ്ങനത്തെ ട്രേഡുകള് ഫസ്റ്റ് ഇക്വിറ്റിയിൽ പതുക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി ധാരണ, ഇക്വിറ്റി പറഞ്ഞ ഷെയർസ് അല്ലേ, ലോങ് ടേമിലേക്കുള്ളത്. ലോങ് ടേം എന്ന് പറയുന്നത് ഒന്നില്ല, സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ പറയാം. ഇന്ന് വാങ്ങിയിട്ട് 10 ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുന്ന സ്വിംഗ് ട്രേഡിംഗ്, അതിലൂടെ വരിക നല്ലത്. അപ്പൊ നമുക്ക് അപ്പാർട്ട് ഫ്രം ഈ സ്റ്റോക്കിന്റെ നോളജ് ടോട്ടലി എക്കോസിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടും. ഇതിന്റെ സ്വഭാവം എന്താണ്, ഇതിന്റെ ഒരു അഗ്രസീവ്നെസ് എങ്ങനെയാണ്, ഇതിന്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണ്, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനായിട്ടും മയിലായിട്ടും ഇത് എങ്ങനെ വരുന്നു എന്നൊക്കെ ഒരു ധാരണ കിട്ടും. പിന്നെ അടുത്ത സെഗ്മെന്റുകൾ എക്സ്പ്ലോർ ചെയ്താൽ മതി. അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ശരിക്കും ഈ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഗെയിമോ ഇപ്പൊ ഇവിടെ എത്തുമ്പോ അത് സ്റ്റോക്ക് താഴോട്ട് പോകുന്നുണ്ട്, പിന്നെ അത് അങ്ങനെയല്ല, അത് പ്രഡിക്ഷൻ അത് തെറ്റാണ്. പക്ഷെ നമുക്ക് ടോട്ടൽ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും